Hello guys, welcome to another video of Litbees. Litbeesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറഞ്ഞിട്ടുള്ള എമിലി ഡിക്കിൻസന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഓക്കെ, എമിലി ഡിക്കിൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ അമേരിക്കൻ ലിറ്ററേച്ചറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഴുത്തുകാരിൽപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് എമിലി ഡിക്കിൻസ്. അപ്പോൾ എമിലി ഡിക്കിൻസിൻ്റെ ഇന്നത്തെ ഈ ഒരു വർക്ക് ഒരു ചെറിയൊരു പോയമാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറഞ്ഞിട്ട് വളരെ അധികം ആളുകൾ വായിച്ചിട്ടുള്ള ഒരുപാട് അനാലിസിസ് വന്നിട്ടുള്ള ഒരു പോയട്രിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് എമിലി ഡിക്കിൻസിൻ്റെ ഒരു ബയോഗ്രഫി, ഷോർട്ട് ബയോഗ്രഫി ഒന്ന് പെട്ടെന്ന് പറയാം. ആദ്യമായിട്ട് 1830 എമിലി ഡിക്കിൻസൺ എന്ത് ചെയ്യുന്നത് ജനിക്കുന്നത്. പിന്നെ വളരെ ഷോർട്ട് പീരീഡിൽ 1886 തന്നെ എമിലി ഡിക്കിൻസ് ഡെത്ത് ആവുന്നുണ്ട്. അപ്പോൾ 1830 മുതൽ 1886 വരെയുള്ള ഷോർട്ട് പീരീഡിനിടയിലാണ് തൻ്റെ കവിതകളും അതുപോലെ തന്നെ തൻ്റെ പിന്നെ വർക്ക്സും ഒക്കെ എന്ത് ചെയ്യുന്നത് എമിലി ഡിക്കിൻസൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അമേരിക്കൻ പോയറ്റ് ആണല്ലോ. അപ്പോൾ അമേരിക്കൻ പോയറ്റ് എന്നുള്ള നിലയ്ക്ക് വളരെയധികം ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ റൈറ്റേഴ്സിന്റെ കൂട്ടത്തിലാണ് എമിലി ഡിക്കിൻസിനെ എന്ത് ചെയ്യുന്നത് ആളുകൾ എണ്ണുന്നത്. ഇവരുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ വളരെയധികം പിന്നെ ലൈഫ് ടൈമിൽ തന്നെ ഒരുപാട് പിന്നെ ഒരു പ്രത്യേക തരം ഒരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്തിരുന്ന ഒരാളായിരുന്നു എമിലി ഡിക്കിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല പിന്നെ ഇവരുടെ പോയട്രി അത്രയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൂടിയായിരുന്നു എമിലി ഡിക്കിൻസിൻ്റെത്. ആംഹെസ്റ്റ്, മാസച്യൂസറ്റ്സിലെ ആംഹെസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത് എമിലി ഡിക്കിൻസൺ ജനിക്കുന്നത്. മാത്രമല്ല പിന്നെ അധിക സമയവും ഫാമിലിയോട് കൂടെ അല്ലേ മച്ച് ടൈം ഫാമിലിയോട് കൂടിയാണ് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. എമിലി ഡിക്കിൻസിനെ കുറിച്ച് പറയുമ്പോൾ എമിലി ഡിക്കിൻസ് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് തൻ്റെ ഫാമിലി താമസിക്കുന്ന ആ ഒരു ഹോം ടൗൺ അതിന് പുറത്തേക്ക് പോയിട്ടുള്ളത് വളരെ റെയർലി, വളരെ കുറഞ്ഞ സമയം മാത്രമാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളൂ. പക്ഷെ എന്നിട്ടും ഇത്ര വലിയൊരു ഇമാജിനേറ്റീവ് വേൾഡ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് എമിലി ഡിക്കിൻസിനെ അത്ഭുതത്തോടെ നോക്കി കാണുന്ന ആളുകളൊക്കെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എമിലി ഡിക്കിൻസിന്റെ വർക്കുകളിൽ ഓരോ ഇമാജിനേറ്ററി വേൾഡ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വേൾഡ് എന്ന് പറഞ്ഞാൽ വീടിന് ഉള്ളിൽ നിന്നുകൊണ്ട് വീടിന് പുറത്തു പോകാതെ അന്നത്തെ കാലത്ത് ഇവർ എഴുതി അത് ഫലിപ്പിച്ചു എന്നുള്ളതാണ് വളരെ വലിയൊരു കാര്യം. ഓക്കെ, എമിലി ഡിക്കിൻസിന്റെ പോയംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ലൈഫിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നാച്ചുറലിനെ കുറിച്ചും മോർട്ടാലിറ്റിയെ കുറിച്ചും അതുപോലെ തന്നെ പിന്നെ ഡെത്തിനെ കുറിച്ചും മരണത്തെക്കുറിച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് വളരെയധികം കൃതികൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിക്കിൻസിന്റെ പോയട്രി എന്ന് പറയുമ്പോൾ കാര്യമായിട്ടും അത് ഷോർട്ട് ലൈൻസ് ആണ്, വളരെ കുറഞ്ഞ വരികളാണ് അതിൽ എന്ത് ചെയ്യുക പിന്നെ ഈ ഒരു വർക്കിലൊക്കെ കാര്യമായിട്ടും ഉണ്ടാവുക അല്ലെ. കുറഞ്ഞ ചെറിയ ചെറിയ ലൈനുകളിൽ നിന്നാണ് എഴുതുന്നത്. മാത്രമല്ല അൺകൺവെൻഷണൽ ആയിട്ടുള്ള പങ്ക്ച്വേഷൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഒരു സ്ലാൻഡ് റൈമാണ് ഇവർ കീപ്പ് ചെയ്യുന്നത്. ഡിക്കിൻസിന്റെ കവിതയുടെ ഒരു റൈം സ്കീം എന്ന് പറഞ്ഞാൽ ഒരു സ്ലാൻഡ് റൈമാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രത്യേക രീതിയിൽ കവിത എഴുതിയിരുന്ന ഒരു വ്യക്തിയാണ് എമിലി ഡിക്കിൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ അവരുടെ പോയംസ് എന്ന് പറഞ്ഞാൽ കവിതകൾ എന്നുള്ളത് എന്താണ് അധികം അവരുടെ ലൈഫ് ടൈമിൽ ലാർജ്ലി അൺപബ്ലിഷ്ഡ് ആയിരുന്നു. അത് കൂടുതൽ പിന്നെ പബ്ലിഷ് ചെയ്യപ്പെടാതെ കിടന്നിരുന്നു അല്ലെ. ലൈഫ് ടൈമിൽ അത്ര ഒന്നും വലിയൊരു റെക്കഗ്നീഷൻ കിട്ടാതെ പോയൊരു കവി കൂടിയാണ് എമിലി ഡിക്കിൻസ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ അവരുടെ മരണശേഷം എന്ത് ചെയ്തു ഇവരുടെ ഈ ഒരു പോയട്രിയുടെ കളക്ഷനൊക്കെ പിന്നെ കണ്ടെത്തപ്പെടുകയും അങ്ങനെ വീട്ടിൽ നിന്ന് ഒരുപാട് കവിതയുടെ മാനുസ്ക്രിപ്റ്റ് 1800ഓളം പോയംസ് വീട്ടിൽ നിന്ന് ഡിസ്കവർ ചെയ്യപ്പെടുകയും അങ്ങനെ മരണത്തിന് ശേഷം വളരെ വലിയൊരു റെക്കഗ്നീഷൻ കിട്ടിയ ഒരു അമേരിക്കൻ ഗ്രേറ്റസ്റ്റ് പോയറ്റ്സുകളുടെ കൂട്ടത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു കവി കൂടിയാണ് എമിലി ഡിക്കിൻസ് എന്നുള്ളത് ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കവിതയുടെ പിന്നെ ലൈൻ ബൈ ലൈൻ അനാലിസിസിലേക്കാണ് ആദ്യമായിട്ട് നമ്മൾ പോകുന്നത്. ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്നുള്ള കവിത അല്ലെ, അതിന് ടൈറ്റിൽ ആ ഒരു ഫസ്റ്റ് ലൈൻ തന്നെയാണ് അതിന് ടൈറ്റിലായി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലൈനിൽ തന്നെ നമുക്ക് വളരെ വലിയൊരു കാച്ചിങ് ആയിട്ടുള്ള ഒരു ലൈനായിട്ടാണ് കവി കൊണ്ടുവന്നിട്ടുള്ളത്. ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, എനിക്ക് മരണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, സ്റ്റോപ്പ് ചെയ്യാൻ കാത്തു നിൽക്കാൻ കഴിഞ്ഞില്ല അല്ലെ. ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ഹി കൈൻഡ്ലി സ്റ്റോപ്പ്ഡ് ഫോർ മീ. പക്ഷെ മരണം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, കൈൻഡ്ലി സ്റ്റോപ്പ്ഡ് ഫോർ മീ, എനിക്ക് വേണ്ടിയിട്ട് കാത്തു നിന്നു. അപ്പോൾ എമിലി ഡിക്കിൻസിന്റെ കവിതകളിലൊക്കെ ഈ ഒരു ഡെത്തിനെ വളരെ നല്ല ഒരു വ്യക്തിയായിട്ട് പോർട്രേറ്റ് ചെയ്ത് കാണാൻ പറ്റും അല്ലെ. ശരിക്ക് ഡെത്ത് എന്ന് പറഞ്ഞാൽ മരണം എന്ന് പറഞ്ഞാൽ ഒരു വയലന്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു നേച്ചറുള്ള ഒരു സംഭവമാണ്. പക്ഷെ എമിലി ഡിക്കിൻസ് ഇവിടെ പേഴ്സണിഫിക്കേഷൻ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്താ, മരണം എന്നുള്ള ആ ഒരു സംഗതിയെ വളരെ സിമ്പിളായിട്ട് നമുക്കിടയിലുള്ള ഒരു ആളൊക്കെ പോലെ ഒരു ഫ്രണ്ടിനൊക്കെ പോലെ അത്രയും കൈൻഡ് ആയിട്ടുള്ള ജെന്റിൽ മാൻ ആയിട്ടുള്ള ഒരാളുടെ പോലെയാണ് എന്ത് ചെയ്യുന്നത് എമിലി ഡിക്കിൻസ് മരണത്തിന് ഡെത്തിനെ പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, എനിക്ക് മരണത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. ഹി കൈൻഡ്ലി സ്റ്റോപ്പ്ഡ് ഫോർ മീ, പക്ഷെ അവൻ എന്ത് ചെയ്തു ഈ ഒരു ഡെത്ത് എനിക്ക് വേണ്ടിയിട്ട് കാത്തു നിന്നു. ദ കാരേജ് ഹെൽഡ് ബട്ട് ജസ്റ്റ് അവർ സെൽവ്സ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ദ കാരേജ് അല്ലേ, മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ കൊണ്ടുപോകുന്ന ഒരു കാരേജ് ഉണ്ട് അല്ലേ. ആ ഒരു കാരേജിന്റെ മുകളിൽ കെട്ടിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന് മുകളിൽ കിടത്തിക്കൊണ്ടാണ് കൊണ്ടുപോകുന്നത്. ആ ഒരു കാരേജിൽ ആര് മാത്രമാണ് ഉണ്ടായിരുന്നത്, ഞാനും ഡെത്ത് മാത്രമാണ്, മരണവും മാത്രമാണ് ഇതിലുണ്ടായിരുന്നത് അല്ലേ.
ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു കാരേജിൻ്റെ ഉള്ളിൽ കടന്നിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഞങ്ങൾ യാത്ര പോവുകയാണ്, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞു, ഇനി ഇമ്മോർട്ടാലിറ്റിയിലേക്കുള്ള ഒരു യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഈ ഒരു മരണത്തിൻ്റെ ഈ ഒരു സംഗതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ എമിലി ഡിക്കൻസിന്റെ കവിത സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുള്ളൂ അല്ലേ, ആൻഡ് ഇമ്മോർട്ടാലിറ്റി. അപ്പോൾ അവസാനത്തിൽ ഇമ്മോർട്ടാലിറ്റി എന്നുള്ള ഒരു ഹിന്റ് കൂടി എന്ത് ചെയ്യാണ്, എമിലി ഡിക്കൻസ് ആഡ് ചെയ്യാണ്. ഇങ്ങനെ ഒരു ആഡ് ചെയ്യുന്നത് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, ഇപ്പോൾ ഇവരുടെ മോർട്ടൽ ലൈഫ് കഴിഞ്ഞു, ഇനി എന്താണ് ഇമ്മോർട്ടാലിറ്റിയിലേക്ക്, എറ്റേണൽ ഒരു ജേണിയിലേക്ക് എന്ത് ചെയ്യാണ് എമിലി ഡിക്കൻസ് യാത്ര തുടങ്ങുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണ് എങ്കിൽ വി സ്ലോലി drove. We slowly drove. He knew no haste, and I had put away my labor and my leisure too for his civility. ഞങ്ങൾ ഇനി എന്താണ് യാത്ര ആരംഭിക്കുകയാണ് അല്ലേ, നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു മരണത്തോടു കൂടി. വി സ്ലോലി ഡ്രോവ്, ഞങ്ങൾ പതിയെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ തുടങ്ങി. കാരേജ് നയിക്കുന്നത് ആരുടെ ഡെത്താണ് അല്ലേ, കാരേജിൽ ഉള്ളത് എമിലി ഡിക്കൻസിനും ഡെത്തും ആണ്. അപ്പം ഞങ്ങൾ പതിയെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് തുടങ്ങി. ഹി ന്യൂ നോ ഹേസ്റ്റ്, ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല അല്ലെ, ഹി ന്യൂ നോ ഹേസ്റ്റ്, അദ്ദേഹത്തിന് എന്തില്ല ഒരു തത്രപ്പാടൊന്നുമില്ല, ഒരു സ്പീഡിൽ പോകേണ്ട ഒരു കാര്യമൊന്നുമില്ല, ഹേസ്റ്റ് ഒന്നുമില്ല. ആൻഡ് ഐ ഹാഡ് പുട്ട് അവേ മൈ ലേബർ മൈ ലേജർ ടു. ആൻഡ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി അല്ലേ, ഞാൻ എൻ്റെ ലേബറും എൻ്റെ ജോലിയും അതുപോലെ തന്നെ എൻ്റെ ലേജറും അല്ലെ, ലേജർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ ജോലി സമയം കഴിഞ്ഞാൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, നമ്മൾ എൻജോയ്മെൻറ്റിന് വേണ്ടി ഒരുപാട് സമയം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലേബർ എൻ്റെ ജോലി തിരക്കുകളും ഈ ഒരു വേൾഡിലുള്ള എൻ്റെ ലേബറും എൻ്റെ ലേജറും ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പുട്ടവേ, ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ ഹിസ് സിവിലിറ്റി, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പുട്ടവേ ചെയ്തത്, ഒഴിവാക്കിയത്, ഫോർ ഹിസ് സിവിലിറ്റി, ഈ ഇത്രയും കൈൻഡ് ആയിട്ടുള്ള ഈ ഒരു ജെന്റിൽമാൻ ആയിട്ടുള്ള ഈ ഒരു ഡെത്തിൻ്റെ സിവിലിറ്റിക്ക് വേണ്ടി. സിവിലിറ്റി അദ്ദേഹം അത്രയും എന്താണ് ഒരു താഴ്ന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ ലേബറും ലേജറും ഒക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെത്തിനെ പോർട്രേ ചെയ്യുന്ന ഒരു നോക്കുക, ആ ഒരു സ്റ്റൈൽ നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ഈ ഒരു ഡെത്തും പിന്നെ ഞങ്ങൾ എന്താണ് വളരെ സ്ലോലി ഒരു യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു ഹറിയില്ല, ഞങ്ങൾക്ക് പിന്നെ ധൃതിയില്ല, ഞങ്ങൾ എന്താണ് ഈ ഒരു യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാവിധ എർത്ത്ലി കൺസേൺസും ഇവിടെ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പിറകിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് അല്ലേ. അതാണ് കംപ്ലീറ്റ്ലി ഡെത്തിന് സറണ്ടർ ആവുക എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ സ്റ്റാൻഡേർഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ സ്റ്റാൻഡേർഡിൽ നമ്മൾ കാണുന്നത് എന്താ, വി പാസ്ഡ് ദ സ്കൂൾ. അപ്പോൾ ഇനി യാത്ര ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഓരോരോ കാഴ്ചകൾ എന്ത് ചെയ്യാനായിട്ട് എമിലി ഡിക്കൻസ് കാണാൻ. വി പാസ്ഡ് ദ സ്കൂൾ, ഞങ്ങൾ സ്കൂളിൻ്റെ അടുത്ത് കൂടെ കടന്നു പോവാണ്. വേർ ചിൽഡ്രൻ സ്ട്രോ, ആ സ്കൂളിൽ എന്തുണ്ട്, വേർ ചിൽഡ്രൻ സ്ട്രോ, കുട്ടികൾ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അറ്റ് റിസസ്, എപ്പോഴാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, റിസസ് അവരുടെ ബ്രേക്ക് ടൈമാണ് ഇപ്പോൾ അല്ലേ, നമുക്ക് ഇന്റർവെൽ ടൈം ഉണ്ടാവല്ലോ സ്കൂളിലൊക്കെ. അപ്പോൾ അവരുടെ ബ്രേക്ക് ടൈമിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ റിംഗ്, അവർ എന്തിനാണ് കളിക്കുന്നത്, റിങ്ങിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് എന്ത് ചെയ്യാണ് ഇവിടെ, ആ ഒരു യാത്രയിൽ വരുന്ന മെമ്മറിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സ്കൂളിനടുത്ത് കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മെമ്മറി വരിക. വി പാസ്ഡ് ദ ഫീൽഡ്സ്, അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, ആ സ്കൂൾ വിട്ട് ഞങ്ങളിപ്പോൾ ഫീൽഡിൻ്റെ അടുത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളൊരു പാടത്തിൻ്റെ അടുത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ എന്തുണ്ട്, ഗെയ്സിങ് ഗ്രെയിൻ, ഗ്രെയിൻ, അവിടെ ഇങ്ങനെ പിന്നെ ചെറിയ കൃഷിയിടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രെയിൻസ് ഇങ്ങനെ പൊന്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലെ, ഗ്രെയിൻസ് ഇങ്ങനെ ഉറ്റുനോക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തൊട്ടപ്പുറത്തുള്ള പാടത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ വിളവെടുപ്പിന് ഭാഗമായിട്ടുള്ള ഗ്രെയിൻസ് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു പാടത്തിൻ്റെ അടുത്ത് കൂടെ ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വി പാസ്ഡ് ദ സെറ്റിംഗ് സൺ, ഞങ്ങൾ അങ്ങനെ പോയി അവസാനം ഞങ്ങൾ എവിടെ എത്തിയാണ്, വി പാസ്ഡ് ദ സെറ്റിംഗ് സൺ. സെറ്റിംഗ് സൺ എന്ന് പറഞ്ഞാൽ എന്താ, സൂര്യൻ അസ്തമിക്കുന്ന അല്ലെ ആ ഒരു ദൃശ്യം ഇപ്പോൾ കാണുകയാണ്. അവിടെ ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനടുത്ത് കൂടെ ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ആരാണുള്ളത് ഗാരേജിൽ, ഡെത്ത് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂന്ന് സംഭവം, സ്കൂളും അതുപോലെ തന്നെ ഫീൽഡ് അല്ലെ, ഗ്രെയിൻസിന്റെ ഫീൽഡും പിന്നെ സെറ്റിംഗ്സ് ആണോ, ഈ മൂന്ന് സംഭവങ്ങൾ എന്തിനെയാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്. ഒന്നാമത്തത് എന്താ, നമ്മുടെ ജീവിതത്തിൽ യാത്രയാണ് അല്ലെ, നമ്മുടെ ചൈൽഡ്ഹുഡ് ആണ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അല്ലെ, നമ്മുടെ ആ ഒരു ഓർമ്മകൾ, നമ്മുടെ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ചൈൽഡ്ഹുഡ് ആണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് ഇവിടെ പോയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ ജീവിതത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് എത്താണ്. അപ്പോഴാണ് നമ്മൾ ഫീൽഡ് ഓഫ് ഗ്രെയിനിലെ നമ്മുടെ ജോലിയൊക്കെ തുടങ്ങി, നമ്മൾ പാടത്തൊക്കെ പണിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ മെച്യൂരിറ്റി സ്റ്റേജ് ആണ്. അത് കഴിഞ്ഞാൽ അവസാനത്ത് വരുന്ന എന്താ, സെറ്റിംഗ് സൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, അത് നമ്മുടെ എൻഡാണ് അല്ലേ, നമ്മുടെ ലൈഫിൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണ് സെറ്റിംഗ് സൺ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സിമ്പിൾസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പോയിട്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജീവിത യാത്രയിൽ നമ്മൾ ചെറുപ്പത്തിൽ ചൈൽഡ്ഹുഡിൽ തുടങ്ങി മെച്യൂരിറ്റിയിൽ നിന്ന് പിന്നെ നമ്മൾ അവസാനത്തെ എൻഡ് ഓഫ് ലൈഫിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ സൈക്കിളിനെയാണ് എന്ത് ചെയ്യുന്നത്, പോയിട്ട് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇത് കഴിഞ്ഞ് അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓർ റാദർ. അപ്പോൾ ഈ ഒരു സെറ്റിംഗ് സൺ കഴിഞ്ഞു, അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും മുന്നോട്ട് പോവാണ്. ഓർ റാദർ ഹി പാസ്ഡ് അസ്, നമ്മളെ കൊണ്ട് ഈ ഒരു കാരേജ് വഹിച്ചുകൊണ്ട് അല്ലേ, ഈ ഒരു ഡെത്ത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാണ്, പാസ് ചെയ്ത് പോവാണ്. എങ്ങോട്ടാണ് പാസ് ചെയ്ത് പോകുന്നത്, ദ ഡ്യൂ
drew quivering and chill, for only gossamer my gone, my tippet only tulle. സോ ഇവിടെ നിന്ന് പിന്നെ എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സെറ്റിംഗ് സൺ അല്ലേ, ഈ ഒരു സെറ്റിംഗ് സൺ എന്നുള്ളത് നമുക്ക് എന്തിനാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്? നമുക്ക് രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, സൂര്യൻ അസ്തമിച്ചു, ഇനി അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഡാർക്കർ അല്ലെ, ഇരുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, കോൾഡർ ആയിക്കൊണ്ടിരിക്കുക, തണുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ തണുപ്പുള്ള സമയത്തിന് ഇവിടെ ജ്യോതിപ്പിക്കുന്നതാണ് ദ ഡ്യൂസ് ഡ്രൂ എന്നുള്ളത് അല്ലെ. ഡ്യൂസ് എന്ന് പറയുന്നത് എന്താ, വിന്ററിൽ ഇങ്ങനെ തണുത്ത ഈ ഒരു മഞ്ഞ് തുള്ളികൾ അല്ലെ, അതിങ്ങനെ ഒറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ക്യൂറിങ് ആൻഡ് ഷിൽ, ആ ഒരു തണുപ്പും ആ ഒരു വിറവലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം എന്താണ്, ഈ ഒരു ഡെത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഡിക്കൻസിന്റെ ശരീരത്തിൽ എന്താണുള്ളത്? ഫോർ ഓൺലി ഗോസാമർ മൈ ഗോഡ്, എന്റെ ഗൗൺ എന്ന് പറഞ്ഞാൽ, എന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ, വെറും ഗോസാമർ മാത്രമാണ്. ഗോസാമറാണ് എൻ്റെ വസ്ത്രം. ഗോസാമർ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നമ്മൾ ഏറ്റവും നേരിയ തരത്തിലുള്ള ഒരു വസ്ത്രത്തിനാണ് ഗോസാമർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ സമയത്തൊക്കെ ലേഡീസൊക്കെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ധരിക്കുന്ന ഒരു നേരത്തെ നെറ്റ് പോലെയുള്ള ഒരു വസ്ത്രമുണ്ട്, അതാണ് ഗോസാമർ. മൈ ടിപ്പറ്റ് ഓൺലി ട്യൂൾ. മൈ ടിപ്പറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു റുമാൽ പോലെ ഞാൻ കെട്ടിയിട്ടുള്ള ആ ഒരു ടിപ്പറ്റ് എന്താണ്, ഓൺലി ട്യൂൾ. ട്യൂൾ എന്ന് പറഞ്ഞാൽ അത്രയും നേരിയ ഒരു ടൈപ്പ് വസ്ത്രമാണ് ട്യൂൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ട്യൂളും ഗോസാമറും ഒക്കെയാണ് എന്ത്, എൻ്റെ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയും നേരിയ ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ക്ലോത്തിങ് ആണ് എൻ്റെ മുകളിലുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു ഡ്രസ്സിങ്ങിൽ നിന്ന് തന്നെ എനിക്ക് ശക്തമായിട്ട് എന്ത് ചെയ്യുന്നത്, കോൾഡ് അടിച്ച് എനിക്ക് തണുക്കുന്നുണ്ട്. ആ ഒരു തണുപ്പ് ഡെത്തിൻ്റെ ആ ഒരു ഫീലിംഗ് ഇവിടെ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നത്, ഡെത്ത്, ഒരു മരണം എന്നുള്ളത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് എന്താണ്, എല്ലാവരും വൾണറബിൾ ആണ് അല്ലേ. നമ്മൾ ഒരിക്കലും പ്രിപ്പയർഡ് ആയിട്ടില്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെത്തിന് പോകുന്നത് അല്ലേ. ഡെത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ആ ഒരു തണുപ്പിലേക്ക് പ്രതിരോധിക്കാനുള്ള പുതപ്പും ഒന്നും കൊണ്ടല്ല പോകുന്നത്. അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടാണ് പോയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെത്തിൻ്റെ കൂടെ പോയിട്ടുള്ളത്. അപ്പോൾ എംഫസൈസിങ് the spiritual state rather than the physical presence. ഡെത്തിന്റെ ആ ഒരു പ്രസൻസ് നമുക്കിവിടെ കാണാൻ പറ്റില്ലേ, ആ ഒരു തണുപ്പും ആ ഒരു ഇരുളലും അത്രയും നേരിയ വസ്ത്രങ്ങളും ഒക്കെ ധരിച്ചിട്ടാണ് പോയിട്ട് എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ കടന്നു പോകുന്നത്. ഇനി അടുത്തൊരു സ്റ്റാൻസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താ, വി പോസ്ഡ് ബിഫോർ എ ഹൗസ്. അങ്ങനെ കടന്ന് ഞങ്ങൾ പാസ് ചെയ്ത് പോയി അവസാനം വി പോസ്ഡ് ബിഫോർ എ ഹൗസ്, ഞങ്ങളൊരു വീട്ടിന്റെ മുമ്പിൽ എത്തിയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് അല്ലെ. വീട്ടിന് മുമ്പിലെത്തി ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ വീടിന് മുമ്പിലെത്തി നിൽക്കുമ്പോഴെന്താ, ആ ഒരു വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ദാറ്റ് സീംഡ് എ സ്വെല്ലിംഗ് ഓഫ് ഗ്രൗണ്ട് അല്ലെ. ആ വീട് എന്ന് പറയുമ്പോൾ ആ വീടിൻ്റെ അടുത്ത് അല്ലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അത് എന്തുപോലെയാണ് തോന്നിപ്പിക്കുന്നത്, എ സ്വെല്ലിംഗ് ഓഫ് ഗ്രൗണ്ട് അല്ലെ. ഗ്രൗണ്ടിൽ അല്ലെ കുറച്ച് ഭൂമിയിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ മാറ്റിയിട്ടിട്ടുണ്ട്. ആ ഒരു മണ്ണ് മാറ്റിയിട്ടു എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, സ്വെല്ലിംഗ് ഓഫ് ദി ഗ്രൗണ്ട് എന്നുള്ളത് എന്തിനാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ അവരുടെ ആ ഒരു മരിച്ച ആളുടെ ഗ്രേവ് യാർഡിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ അത് പിന്നെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇപ്പോൾ പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ, മരണപ്പെട്ട് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഗ്രേവ് യാർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. തൻ്റെ എവിടെയാണോ തന്നെ അടക്കം ചെയ്യുന്നത് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ദ റൂഫ് വാസ് സ്കെയർലി വിസിബിൾ. ഈ ഒരു കാരേജിൽ നിങ്ങൾ നോക്കുമ്പോൾ റൂഫ് വാസ് സ്കെയർലി വിസിബിൾ. ആ ഒരു വീടെന്ന് പറഞ്ഞല്ലോ, ആ വീടിന്റെ റൂഫ് എന്താണ്, അത്രയൊന്നും അധികം എന്തല്ല, വിസിബിൾ അല്ല. അപ്പൊ അങ്ങനത്തെ നേരത്തെ രീതിയിൽ കാണുന്ന ഒരു ഹൗസിലേക്കാണ് എത്തിയിട്ടുള്ളത്. ദ കോർണീസ് ഇൻ ദ ഗ്രൗണ്ട്, അവർ ഈ വീടിന്റെ കോർണീസ് എന്ന് പറഞ്ഞാൽ, കോർണീസ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉള്ളിൽ ഡിസൈനിങ്ങിനൊക്കെ വേണ്ടി ചേർക്കുന്ന കോർണീസുകൾ ഉണ്ടല്ലോ, ഈ കോർണീസ് എന്താണ്, ഇൻ ദ ഗ്രൗണ്ട്, അത് ഗ്രൗണ്ടിലാണ് കിടക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഹൗസിലേക്ക് എന്ത് ചെയ്ത് കാണാം, ഇപ്പോൾ പോയറ്റും ഡെത്തും യാത്ര ചെയ്തെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ സിൻസ് ദെൻ, അപ്പോൾ മുതൽ, ആ ഒരു കാലം മുതൽ, ആ ഒരു യാത്ര ചെയ്ത് എത്തിയത് മുതൽ, ടിസ് സെഞ്ചുറീസ്, ഇത്ര കാലം വരെ, ഈ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു പോയി, സെഞ്ചുറീസ് ആയി ഇതുവരെ, ആൻഡ് യെറ്റ് ഫീൽസ് ഷോർട്ടർ ദാൻ ദ ഡേ. ഞാൻ ഇപ്പോഴും അല്ലേ, ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് എന്ത് മനസ്സിലാവുന്നത്, സ്പീക്കർ ഇപ്പോഴും അവസാനത്തിൽ എത്തുമ്പോഴാണ് സ്പീക്കർ റിവീൽ ചെയ്യുന്നത് അല്ലെ, നമ്മുടെ പോയിന്റ് റിവീൽ ചെയ്യുന്നത്. അതായത് അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാലങ്ങളായിട്ട്, സെഞ്ചുറീസ് മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഡെത്ത് ആയിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും, ഈ ഒരു സമയം വരെയും അതെന്താണ്, ആ ഒരു സമയം എന്നുള്ളത് അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല. കാരണം ആൻഡ് യെറ്റ് ഫീൽസ് ഷോർട്ടർ ദാൻ ദ ഡേ, ആ ഒരു ദിവസം, എന്നാണോ അവർ പിന്നെ ക്യാരേജിലേറി ഇങ്ങോട്ട് കടന്നു വന്നത്, ആ ഒരു ദിവസത്തെ ഇപ്പോഴും നേരിൽ കാണുകയാണ് പോയറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര വലിയ ഒരു ജേണി ചെയ്ത് ഇവിടെ എത്തി, ഒരുപാട് കാലമായിട്ട് ഈ ഒരു ഗ്രേവിൽ കിടക്കുകയാണ്. പക്ഷെ ഇന്നും അവരുടെ എന്താണ് ഇത്രയും ഷോർട്ടറായിട്ട് പോയറ്റിനെ കാണാൻ കഴിയുകയാണ്. ഐ ഫസ്റ്റ് സർമൈസ്ഡ് ദ ഹോഴ്സസ് ഹെഡ്സ് അല്ലെ. ആദ്യമായിക്കൊണ്ട് എമിലി ഡിക്കൻസ് ആ ഒരു മരണത്തിന്റെ ക്യാരേജിൽ ഏറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു കുതിരകളുടെ തല എന്ത് ചെയ്യാണ്, കാണുകയാണല്ലോ അല്ലെ. ആ കുതിരകളുടെ തല കാണുന്ന സമയത്താണ് ഓക്കെ ക്യാരേജ് വരുന്നുണ്ട്, അതിൽ കയറാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ ആ ഒരു ദിവസത്തിന്റെ ഓർമ്മ വരുന്നവരാണ്. ആ ഒരു ഐ ഫസ്റ്റ് സർമൈസ്ഡ് ദ ഹോഴ്സസ് ഹെഡ്സ് വേർ
ടുവാർഡ്സ് എറ്റേണിറ്റി. അപ്പോൾ എന്നാണോ ആ ഒരു ഹോഴ്സസ് ഹെഡ് കണ്ടത്, ഹോഴ്സസ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരകളുടെ ആ ഒരു തല കണ്ടത്, അത് എന്തിനാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്? കാരേജ് അല്ലെ, മരണത്തിന്റെ ആ ഒരു കാരേജ് കടന്നു വന്നല്ലോ അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്ന് മുതൽ ഞാൻ എന്താണ് ഈ ഒരു ഗ്രേവിലാണ്. അത് എന്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു? വേർ ടുവാർഡ്സ് എറ്റേണിറ്റി അല്ലെ, എറ്റേണിറ്റിയിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ആക്ച്വലി അതെന്ന് പറഞ്ഞാൽ. എറ്റേണൽ ആയിട്ടുള്ള മറ്റൊരു ലൈഫിലേക്ക്, എൻ്റെ പിന്നെ മോർട്ടാലിറ്റിയിൽ അല്ലെ ഈ ഒരു ലൈഫ് എൻഡായി, പിന്നെ ഇമ്മോർട്ടൽ ആയിക്കൊണ്ട് എറ്റേണൽ ആയിട്ടുള്ള മറ്റൊരു പാസേജിലേക്കുള്ള ഒരു യാത്രയായിരുന്നു അത് എന്നുള്ളതാണ് അവസാനത്തെ ഈ ഒരു 4 വരി സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് എമിലി ഡിക്കൻസ് എന്ത് ചെയ്യുന്നത് തൻ്റെ പോയം ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്നുള്ള പോയം എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇതിൻ്റെ അനാലിസിസ് നോക്കാം. ക്വിക്ലി ഇതിൻ്റെ തീം അനാലിസിസും ടെക്നിക്സും ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഒന്നാമത്തത് ഇതിൽ പേഴ്സണിഫിക്കേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പേഴ്സണിഫിക്കേഷൻ കണ്ടെത്താൻ പറ്റും. പേഴ്സണിഫിക്കേഷൻ എന്താ? ഡെത്ത് എന്നുള്ളത് അല്ലെ, മരണത്തിനെ ഒരു കൈൻഡും ഒരു വളരെ സിവിലും ആയിട്ടുള്ള ഒരാളെ പോലെ, ഒരു സുഹൃത്തിനെ പോലെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ മരണത്തിനെ എന്ത് ചെയ്തിട്ടുള്ളത് പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പല കവിതകളിലൊക്കെ, ആൾക്കാരുടെ കവിതകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം പല പോയിറ്റ്സും ഡെത്തിനെ വളരെ ടെറിഫൈയും വളരെ വയലന്റുമായിട്ടുള്ള ഒരു രൂപമായിട്ട് ചിത്രീകരിക്കുന്നത് കാണാം. പക്ഷെ ഇവിടെ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള അല്ലെ, വളരെ നല്ല കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ പോലെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവരുടെ ഡെത്തിനെ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ജേണി എന്നുള്ളത്, യാത്ര ഈ ഒരു പോയട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്കറിയാം ഈ പോയ മൊത്തത്തിൽ ഒരു മെറ്റാഫറിക്കൽ ജേണി നമുക്ക് വരുന്നുണ്ട് നമ്മുടെ ലൈഫിലൂടെ, പിന്നെ നമ്മുടെ ഡെത്തിലൂടെ, അവിടുന്ന് പിന്നെ ഡെത്ത് കഴിഞ്ഞാൽ എറ്റേണിറ്റിയിലേക്ക് ഒരു ജേണി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. കാരണം നമുക്ക് സ്കൂൾ യാർഡ്സും ഫീൽഡ്സും പിന്നെ ഗ്രേവും അവസാനം സെറ്റിംഗ് സണ്ണും ഒക്കെ അതിൻ്റെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ തീമുകളാണ്. ഇനി ഇമ്മോർട്ടാലിറ്റിയും എറ്റേണിറ്റിയും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമാണ് അല്ലേ. ഇപ്പൊ ഡെത്ത് എന്നുള്ളത് ഒരു സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യല്ല, അതിനെ ഡെപ്പിക്ട് ചെയ്ത് പോവല്ല. പക്ഷെ ആ ഒരു ഡെത്ത് കഴിഞ്ഞിട്ട് പിന്നീട് പോയട്രി എന്ത് ചെയ്യുന്നുണ്ട്, കവി ഒരു എക്സ്പ്ലോറേഷൻ നടത്താണ് അല്ലെ. മോർട്ടൽ ലൈഫിൽ നിന്ന് പിന്നീട് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഇമ്മോർട്ടൽ ലൈഫിലേക്കുള്ള ഒരു ചേഞ്ചിനെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് അവസാനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള തീമുകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വളരെ കാം ആയിട്ടുള്ള ഒരു ടോണാണ് ഇവിടെ പോയട്രി കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. മാത്രമല്ല പിന്നെ ഒരു ഫിയർ ഓഫ് ഡെത്ത് എന്നുള്ള അല്ലെ, അതിൻ്റെ നമുക്ക് മരണത്തിനെ ആ ഒരു പേടി പിടിക്കുന്ന ഒരു സംഭവത്തിനെ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, കാമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഒരുപാട് സിംബോളിസം ഇതിൽ കാണാൻ പറ്റും. കാരേജിനെ പോലെയുള്ള, കാരേജ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ഇനവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്. എല്ലാവരും ഒരു ദിവസം ഈ ഒരു കാരേജിലേറി എന്ത് ചെയ്യപ്പെടേണ്ടതാണ്, ഒരു മരണത്തിന്റെ യാത്ര പോകേണ്ടതാണ് എന്നുള്ള ഒരു സിമ്പൽ നമുക്ക് കാണാൻ പറ്റും. അതിനാണ് കാരേജ് കൊണ്ടുവന്നിട്ടുള്ളത്. സെറ്റിംഗ് സൺ എന്നുള്ളത് പോയിട്ട് യൂസ് ചെയ്തു. അതെന്താണ്, മാർക്ക് ദ എൻഡ് ഓഫ് ദ ലൈഫ്, ജീവിതത്തിന്റെ അവസാനത്തിനെയാണ് അത് കാണിക്കുന്നത്. ദ ഗ്രേവ് അല്ലെ, ഒരു ഹൗസ് എന്നുള്ള ടൈമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രേവ് എന്ന് പറഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കുന്നില്ല, ഹൗസ് ആണ് പറഞ്ഞിട്ടുള്ളത്, വീടാണ്. അത് സിംബലൈസ് ദ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ്, നമ്മുടെ എല്ലാവരും അവസാനം പോയി കിടക്കേണ്ട ആ ഒരു വീടിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള തീമുകളും ടെക്നിക്സും ഒക്കെ എമിലി ഡിക്കൻസ് വളരെ മനോഹരമായിട്ട് ഈ ഒരു പോയട്രിയിൽ ഉപയോഗിച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറഞ്ഞിട്ടുള്ള എമിലി ഡിക്കൻസിന്റെ ഈ ഒരു കവിതയുടെ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, താങ്ക് യു, ബൈ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ